പശ്ചിമബംഗാളിലേക്കാണ് പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചരിത്രം പിറക്കുകയാണ് വംഗദേശത്ത്. പശ്ചിമബംഗാൾ ചരിത്രത്തിലെ ആദ്യ BJP മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ് സുവേന്ദു അധികാരി. ഇനി അധികാരി സുവേന്ദുവാണ്. സുവേന്ദുവിനെ BJPയുടെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. തീരുമാനം BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് ഉണ്ടായത്. സുവേന്ദുവിന്റെ നേതൃത്വത്തിൽ ആദ്യ BJP സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, NDA നേതാക്കന്മാർ, അങ്ങനെ പ്രമുഖരെല്ലാം അണിനിരക്കും ഈ ചരിത്രത്തിന്റെ ഭാഗമാവാൻ. हमारे नए मुख्यमंत्री के चार्ज लेते ही कुछ ही महीनों में ये सारा समाप्त हो जाएगा और बंगाल के किलोमीटरों दूर, सैकड़ों किलोमीटर दूर तक होगा। भाजपा सरकार मोदी जी के नेतृत्व में ये डबल इंजन की सरकार बनकर दिन दूनी रात चौगुनी बंगाल को प्रगति की दिशा में ले जाए। आज बहुत समय के बाद एक दिन आया है कि नीचे भी कमल है, ऊपर भी कमल है। अब विकास को कोई नहीं रोक सकता। നാളെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ ചരിത്ര നിമിഷം പിറക്കുക. സുവേന്ദു അധികാരിയുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. എത്ര മന്ത്രിമാരുണ്ടാകും, ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എസ് നന്ദഗോപാൽ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. നന്ദൻ, നമ്മളിങ്ങനെ കേരളത്തിൻ്റെ കാര്യം പറയുകയായിരുന്നു. നന്ദൻ, ഇവിടെ പൊരിഞ്ഞടിയാ. നാട്ടിലും അണികൾ ഇറങ്ങി ഫ്ലെക്സുകൾ തമ്മിൽ തല്ലുകയാണ്, ഫ്ലെക്സുകൾ വലിച്ചു കീറുകയാണ്, ആകപ്പാടെ പൊരിഞ്ഞടി. പക്ഷേ ഇതാ വംഗദേശത്ത് നോക്കൂ, 10 മിനിറ്റ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു. നാളെ ഇതാ സത്യപ്രതിജ്ഞയിലേക്ക് കിടക്കുകയാണ്. ഇത്രത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ് BJP. ചരിത്രം പിറക്കുകയാണ്. ദേശീയതയുടെ ശംഖുലി മുഴങ്ങിയ വംഗദേശത്ത് ഇതാ BJP സർക്കാർ വരുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി കൂട്ടത്തൽ നടക്കുമ്പോൾ വംഗദേശത്ത് പശ്ചിമ ബംഗാളിൽ ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇന്ന് കേന്ദ്ര നിരീക്ഷകനായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള അമിത്ഷാ, ഒപ്പം തന്നെ സഹനിരീക്ഷകനായിട്ടുള്ള ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി എന്നിവർ ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് സുവേന്ദു അധികാരിയെ തെരഞ്ഞെടുക്കുകയുണ്ടായി. അദ്ദേഹം നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. എല്ലാ MLA-മാരും, അതായത് മുഴുവൻ MLA-മാരെയും ഐക്യകണ്ഠേനയാണ് സുവേന്ദു അധികാരി തന്നെ തങ്ങളെ നയിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിമാരുടെയും അതേപോലെ തന്നെ ഉപമുഖ്യമന്ത്രിമാരുടെയും സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും നാളെ ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ നാളെ അറിയാൻ കഴിയും. നാളെ 10 മണിക്കാണ് കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. വലിയ പടുകൂറ്റൻ വേദി ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ് അടക്കമുള്ള മുതിർന്ന കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ NDA ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അതേപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷന്മാരടക്കം ഈ ചടങ്ങിൻ്റെ ഭാഗമാകുമെന്നുള്ളതാണ്. ഏതാണ്ട് 5 ലക്ഷത്തിലധികം BJP പ്രവർത്തകർ ബ്രിഗേഡ് ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ സൂചനകൾ. ഏതായാലും വലിയ ചടങ്ങായിട്ടാണ് ഇതിനെ മാറ്റുക. ചരിത്രത്തിലാദ്യമായിട്ട് പശ്ചിമ ബംഗാളിൽ BJP അധികാരമേൽക്കാൻ പോകുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ തിട്ടൂരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സർവാധിപത്യം നേടിയ BJPക്ക് ഇനി അങ്ങോട്ട് പശ്ചിമ ബംഗാളിനെ നയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പശ്ചിമ ബംഗാളിൽ അമിത്ഷാ ഈ യോഗത്തിന് ശേഷം തന്നെ വ്യക്തമാക്കിയത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇരട്ട എഞ്ചിൻ സർക്കാരിൻ്റെ ഗുണങ്ങൾ സ്വാഭാവികമായും പശ്ചിമ ബംഗാളിൽ ലഭിച്ചു തുടങ്ങും. പശ്ചിമ ബംഗാളിനെ മറ്റൊരു ദിശയിലേക്ക് നയിക്കുവാൻ സുവേന്ദു അധികാരിക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ എല്ലാ തരത്തിലും പിന്നോട്ട് നിൽക്കുന്ന പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനം വിദ്യാഭ്യാസ മേഖലയിലാണേലും തൊഴിൽ മേഖലയിലാണേലും വ്യാവസായിക മേഖലയിലാണേലും എല്ലാം തന്നെ പശ്ചിമ ബംഗാൾ പിന്നോട്ട് നിൽക്കുകയാണ്. ആ പശ്ചിമ ബംഗാളിനെ ഇന്ത്യയിലെ തന്നെ മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റുവാൻ വേണ്ടി BJP സർക്കാരിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. BJPക്ക് മികച്ച ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് BJP അവിടെ അധികാരത്തിലെത്താൻ പോകുന്നത്. ഇടപെട്ടോട്ടെ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്വൽസ് വരുന്നുണ്ട്. സുവേന്ദു അധികാരിയുടെ ജന്മനാടായ കാന്തിയിൽ അവിടെ വലിയ ആഘോഷം നടക്കുകയാണ്. ഈ ആഘോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്ദൻ, അവിടുത്തെ അമ്മമാരും സഹോദരിമാരും ഒക്കെയാണ്. ഒരു പക്ഷേ രാഷ്ട്രീയം ഒക്കെ അതീതമായിട്ടുള്ളൊരു വലിയ ആഘോഷം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആ ആഘോഷ കാഴ്ചകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഉടൻ തന്നെ. പക്ഷേ ഒരു ചോദ്യം നന്ദൻ, ആരാണ് സുവേന്ദു അധികാരി? ഒരുപക്ഷെ BJPയിലേക്ക് വന്ന ഒരു കാലഘട്ടത്തിൽ മമതയുടെ റൈറ്റ് ഹാൻഡ്, ആത്മാർത്ഥതയോടുകൂടി തന്നെ ജോലി ചെയ്ത, പക്ഷേ മമത ഒരു രാജ്യവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് ആ പാർട്ടി വിട്ട് ദേശീയതയുടെ ശംഖുലിയുമായി മുന്നോട്ട് പോയ ഒരാൾ, ഒരു എന്താ പറയുക, ഒരു ബഡാ ഫൈറ്റർ, അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും അല്ലേ?
തീർച്ചയായിട്ടും ശ്യാം സൂചിപ്പിച്ച പോലെ ഒരു കാലത്ത് മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസനായിരുന്നു സുവേന്ദു അധികാരി. എന്നാൽ മമതാ ബാനർജി അധികാരമേറ്റ ശേഷം സ്വീകരിച്ച നിലപാടുകൾ, ആ നിലപാടുകൾ രാഷ്ട്രവിരുദ്ധ നിലപാടാണ്. മാത്രമല്ല ഹിന്ദുക്കൾക്ക് വിരുദ്ധമായ നിലപാടുകൾ നിരന്തരമായി ഈ മമതാ ബാനർജി സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ് വിട്ട് ദേശീയതയുടെ പാതയിലേക്ക് BJP-യിലേക്ക് ചേക്കേറിയത് എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല ഇപ്പോൾ ശ്യാം നേരത്തെ സൂചിപ്പിച്ച പോലെ സുവേന്ദു അധികാരിയുടെ ജന്മദേശത്ത് സ്ത്രീകൾ, അമ്മമാർ നൽകിയ സ്വീകരണം, ആ സ്വീകരണം എന്ന് പറയുന്നത് അത് അവരുടെ വിജയം, ആ സ്ത്രീകളുടെ വിജയം എന്ന് വേണം ഇതിനെ കണക്കാക്കാൻ. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്ത് പശ്ചിമ ബംഗാളിൽ 2 ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിലുടനീളം ഈ പോളിംഗ് ബൂത്തുകളിൽ കണ്ടത് സ്ത്രീകളുടെ വലിയ നിരയായിരുന്നു എന്നുള്ളതാണ്. അതായത് സ്ത്രീകളായിരുന്നു ഈ പശ്ചിമ ബംഗാൾ ഭരണത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി, രാജ്യത്തെ ഏക വനിതാ മുഖ്യമന്ത്രി ഭരിച്ച പശ്ചിമ ബംഗാളിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചത് സ്ത്രീകളായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലോകം മുഴുവൻ ഭാരതത്തെ ഒരു നാണക്കേടുകൂടി അല്ലെങ്കിൽ ഭാരതത്തെ മറ്റൊരു തരത്തിൽ നോക്കിക്കാണുവാൻ കാരണമെന്നുള്ളതും ഈ പശ്ചിമ ബംഗാൾ ആയിരുന്നു, അവിടുത്തെ തൃണമൂൽ ഭരണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്ത്രീകൾക്ക് പകൽ പോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആർജേക്കർ ആശുപത്രിയിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെട്ടപ്പോഴും ആ ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പം നിന്ന സർക്കാരായിരുന്നു തൃണമൂൽ സർക്കാർ എന്നുള്ളതായിരുന്നു ശ്രദ്ധേയം. പിന്നീട് ഇങ്ങോട്ട് സ്ത്രീകൾക്കെതിരെ ലൈംഗിക പീഡന പരമ്പര തന്നെയായിരുന്നു ഈ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏറ്റവും ഒടുവിലായി സന്ദേശ് കാലിയിൽ നമ്മൾ കണ്ടതാണ്. സന്ദേശ് കാലിയിൽ ഏകപക്ഷീയമായി ഹിന്ദു സ്ത്രീകൾക്കെതിരെ ബലാത്സംഗം, കൂട്ടബലാത്സംഗം അടക്കം നടപ്പാക്കിയത് തൃണമൂലിന്റെ നേതൃത്വത്തിലാണ്. ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ്, ആ നേതാവിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് നേരെ. സന്ദേശ് കാലിയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ ഷെയ്ഖ് ഷാജഹാന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കെതിരെ നടത്തിയിരുന്നു. അതിനെല്ലാം പ്രതികാരമായിട്ടാണ് ഈ സ്ത്രീ വോട്ടർമാർ ക്യൂ നിന്നുകൊണ്ട് പശ്ചിമ ബംഗാളിൽ ദേശീയതയ്ക്കൊപ്പം നിന്നുകൊണ്ട് താമരയ്ക്ക് വോട്ട് ചെയ്തത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും ഇത് സ്ത്രീകളുടെ വിജയാഘോഷമാണ്. സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൽ വിജയം കണ്ടത്. സ്ത്രീകൾക്ക് ഇനി സുരക്ഷിതമായി പശ്ചിമ ബംഗാളിൽ ഇറങ്ങി നടക്കാൻ സാധിക്കും. അതിനുള്ള സാഹചര്യം BJP ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ തിട്ടൂരങ്ങൾ ഇനി പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ നടക്കില്ല എന്നുള്ളതാണ്. നാളെ 10 മണിക്ക് പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതോടുകൂടി പശ്ചിമ ബംഗാളിന്റെ മുഖം തന്നെ മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നന്ദഗോപനാണ് വിശദാംശങ്ങൾ കൃത്യമായി നൽകിയതൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ ചരിത്ര നിമിഷത്തിന്റെ ഓരോ ആവേശ കാഴ്ചകളും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കാൻ ജനം TV-യുടെ വാർത്താ സംഘവും ബംഗാളിൽ എത്തിയിട്ടുണ്ട്. വംഗദേശത്ത് നിന്ന് ആ ആവേശ കാഴ്ചകൾ ഞങ്ങളുടെ ശ്രീകാന്തും ക്യാമറമാൻ കൃഷ്ണകുമാറും കൃത്യമായി തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഒരു കാര്യം കൂടി വളരെ പെട്ടെന്ന് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഒരു യുവതി വിദേശത്തൊക്കെ പോയി അവർ ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ നടത്തി, മികച്ച വിദ്യാഭ്യാസമൊക്കെ നേടി, അതിനുശേഷം സ്വന്തം നാട്ടിൽ സാധാരണക്കാരുടെ മക്കൾക്കായി ഒരു മികച്ച വിദ്യാഭ്യാസം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു വിദ്യാലയം ബംഗാളിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ തുടങ്ങി, അവരുടെ സ്വന്തം തട്ടകത്തിൽ. ആ വിദ്യാലയം അവിടെ പ്രവർത്തിച്ചു വരുമ്പോൾ പെട്ടെന്ന് തൃണമൂൽ ഗുണ്ടകൾ വരികയാണ്. അവർ വന്നിട്ട് 2 കോടി രൂപ അവരോട് കൈക്കൂലി ആവശ്യപ്പെട്ടു. ആ പൈസ തന്നിട്ടില്ലെങ്കിൽ ഇവിടെ ആരും പഠിക്കണ്ട എന്ന തിട്ടൂരവും ഇറക്കി. അവിടുത്തെ ലോക്കൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ തൃണമൂൽ ഗുണ്ടകൾക്ക് ഓശാന പാടി. സ്വാഭാവികമായിട്ട് അവർക്ക് ഉദ്യമം നിർത്തേണ്ടി വന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിപ്ലവമായ ദിവസമാണ്. ഇന്നവർ വീണ്ടും ആ വിദ്യാലയത്തിൽ ഓടിയെത്തി. അവർക്കൊപ്പം പാവപ്പെട്ടവരുടെ മക്കളും ഉണ്ടായിരുന്നു. വലിയ ആഘോഷമാണ് അവിടെ നടക്കുന്നത്. എത്രത്തോളം വലിയ കിരാത ഭരണത്തിൽ നിന്നാണ് ബംഗാളിന് മോചനമുണ്ടായത് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഓരോ നിമിഷവും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്.